ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ മുഖ്യ പരിശീലകനായ മിക്കേൽ സ്റ്റാറയെ ഇപ്പോൾ ഒഫീഷ്യലായി കൊണ്ട് പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ട്. ക്ലബിൻ്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പരിശീലകനായ ബിയോൺ വെസ്ട്രോം, അതുപോലെ തന്നെ ഫ്രെഡറിക്കോ മൊറൈസ് എന്നിവർക്ക് കൂടി ഈ ഒരു സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ക്ലബിൻ്റെ പരിതാപകരമായ അവസ്ഥയെ തുടർന്നാണ് ക്ലബ്ബ് മാനേജ്മെൻറ്റ് ഈ 3 പേരെയും ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൻ്റെ പരിശീലകനായ തോമസ് ടോർസ്, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനായ TG പുരുഷോത്തമൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് താൽക്കാലികമായി കൊണ്ട് ഈ ഒരു ടീമിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക. പുതിയ മുഖ്യ പരിശീലകന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ പരിശീലകനെ പുറത്താക്കിയതിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ വിമർശിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം സ്റ്റാറയെ ബലിയാടാക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് മഞ്ഞപ്പട അറിയിച്ചിട്ടുള്ളത്. അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: സ്വന്തം കഴിവുകേടിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള മാനേജ്മെൻറ്റിൻ്റെ ധൃതിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ പരിശീലകനെ ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത്. ക്ലബ്ബ് മാനേജ്മെൻറ്റ് പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം ടീമിന് വേണ്ടി എല്ലാം നൽകിയ ഒരു പരിശീലകനെ ബലിയാടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മഞ്ഞപ്പട തങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിക്കൊണ്ട് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ഭൂരിഭാഗം വരുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇതിനോട് യോജിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മോശം പ്രകടനത്തിൻ്റെ കാരണക്കാർ സ്റ്റാറയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിശീലക സംഘമോ അല്ല, മറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ്. ആ ഒരു പോരായ്മകൾ പരിഹരിക്കുന്നതിന് പകരം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഈ ഒരു പരിശീലകരെ പുറത്താക്കിക്കൊണ്ട് മുഖം രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പല ആരാധകരും ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.